ഊണ് 79 79 രൂപ ഊണിൽ നമ്മൾ ചിക്കൻ തോരൻ, മീൻകറി, അവിയല്, ബാക്കി കറികളെല്ലാം അതിന്റെ കൂടെ സൈഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 79 രൂപ. മീൻ കറിയും മീൻ ഫ്രൈ എന്തെങ്കിലും ആണെങ്കിൽ 100 രൂപ, 99 രൂപ. അല്ലാതെ ചിക്കൻ തോരൻ ഉൾപ്പെടെയാണ് 79 രൂപ. ഓ അത് ശരി. അപ്പൊ ഇപ്പത്തെ ചിക്കന്റെ വിലക്കനുസരിച്ച് ഇത് മുതലാവുന്നുണ്ടോ? ഭയങ്കര വിലയല്ലേ ഇപ്പൊ? എല്ലാം വില കൂടുതലാണ്. വെളിച്ചെണ്ണ വില കൂടുതലാണ്, ചിക്കന് വില കൂടുതലാണ്. നമ്മള് കൂട്ടിയിട്ടില്ല, ഈ റേറ്റിന് പോവാണ്. നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു പുളിങ്കറി പോലെ വെച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും പയറിട്ട് തോരനാണ് വെച്ചിട്ടുള്ളത്. കൊള്ളാല്ലേ. പുളിശ്ശേരിയുണ്ട്, പിന്നെ ഇതാ ഒരു തോരനുണ്ട്. അപ്പം പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ ഊണിൻ്റെ കൂടെ. ഇത് വഴുതനങ്ങ മെഴുക്ക് വരട്ടി, നെല്ലിക്ക അച്ചാറും. ഇത് ഇന്നത്തെ മീൻകറിയാണ്, അയലയാണ് അല്ലേ, ചൂര. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ സ്ഥലത്തിന് പറയാൻ നെട്ടയം എന്നാണ്. കടയുടെ പേരും നെട്ടയം ഹോട്ടൽ എന്നാണ്. ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫേസ്ബുക്കിൽ ഇവിടുത്തെ ശാന്തി അയച്ച ഒരു മെസ്സേജാണ്, ഒന്ന് സഹായിക്കുക, ഒരു വീഡിയോ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അന്നൊരു ചെറിയ തട്ടുകടയായിരുന്നു. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് മാറി. ഈ മാസം 6-ാം തീയതി ആയിരുന്നു ഇനോഗ്രേഷൻ. ഇന്നിപ്പോൾ ഊണും കൂടെ ഉണ്ട് ഇവിടെ. 79 രൂപയ്ക്ക് മീൻകറിയും ചിക്കൻ തോരനും ഒക്കെ ചേർത്തൊരു ഊണാണ്. വളരെ നന്നായി പാചകം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കടയൊക്കെ നന്നായി നടത്താൻ പ്രാപ്തിയുള്ള 2 പേരാണ്, ശാന്തിയും പ്രശാന്തും. 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണ് കട നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ നിന്ന് ഒരു ചെറിയ ഹോട്ടലിലേക്ക് മാറി അല്ലേ? എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, ഒരു ചെറിയൊരു കട എടുത്ത് അതിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. 6-ാം തീയതി ആയിരുന്നു. ഉച്ചയ്ക്ക് മെയിൻ ഊണാണ് മെയിനായിട്ടുള്ളത്. വൈകുന്നേരം ആ കട ഉണ്ട്, അത് വൈകുന്നേരം ഇന്നത്തെ പോലെ ഉണ്ട്. ഇവിടെ രാവിലെ ഉണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9-9:30 വരെ ഉണ്ട്. എത്ര മണിക്കാണ് രാവിലെ തുറക്കണേ? രാവിലെ 5-5:30 ആവുമ്പം ചായ ഇതാവും. 7 മണി തൊട്ട് കാപ്പികളെല്ലാം സ്റ്റാർട്ട് റെഡിയാവും. അപ്പൊ ആളുകളൊക്കെ എങ്ങനെയാ അറിഞ്ഞു വരുന്നുണ്ടോ? പണ്ട് എന്ന് വെച്ചാല് നിങ്ങള് ആദ്യം ദോശ മാത്രമായിരുന്നു, പിന്നെ ഇറച്ചിയൊക്കെ തുടങ്ങി. ഇപ്പൊ 3-ാം ഘട്ടമാണ്. അപ്പൊ ഞായറാഴ്ച ദിവസം ഊണുണ്ടോ? ഇല്ല, ഞായറാഴ്ച ദിവസം ഇല്ല. വീട്ടിലെ കാര്യം, അമ്മയുടെ കാര്യം, മോള് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം റെസ്റ്റ് വേണമല്ലോ, അതുകൊണ്ട്. അതെ. മീൻകറിയും പുളിശ്ശേരിയും സാമ്പാറും എല്ലാം ഉണ്ടെങ്കിലും നേരത്തെ ഞാനൊരു കറി കാണിച്ചു തന്നില്ലേ, വാഴത്തട കൊണ്ടുള്ള ഒരു പുളിങ്കറി. ഞാൻ അതാ മേടിച്ചേട്ടോ. കാരണം ഒരു വിഷവും ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് മീൻകറിയുടെ ഗ്രേവിയാണ്, ചൂരയുടെ. ഇതാണ് 79 രൂപയ്ക്ക് കൊടുക്കണ ഊണ്. ഇതിൻ്റെ കൂടെ 4 കൂട്ടം ഒഴിക്കാൻ വരുന്നുണ്ട്. അത് കൂടാതെയാണ് കപ്പ, ചിക്കൻ തോരൻ, എരിശ്ശേരി, തോരൻ, 2 തരം അച്ചാറ്, വാഴപ്പിണ്ടീൻ്റെ. പുളി ഇച്ചിരി മുന്നെയാണ്, അതുകൊണ്ടായിരിക്കും പുളിങ്കറി എന്ന് പറയണത്. ഇതാണ് ഞാൻ എടുത്തോളാം. ഇതാണിത് ഇവിടുത്തെ ചിക്കൻ തോരൻ. അപ്പോൾ ഇത് ഊണിൻ്റെ കൂടെ തരുന്നതാണ്. അല്ലാതെ ചിക്കൻ തോരൻ മാത്രമായിട്ട് സ്പെഷ്യൽ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. ഇച്ചിരി കപ്പയും ചിക്കൻ തോരൻ്റെ ഒരു കഷ്ണവും ഒക്കെ കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം. നല്ല കേട്ടോ, നല്ല ചിക്കൻ തോരനാണ്. മുന്നേ വന്ന് ഞാനിവിടുത്തെ ചിക്കൻ പരട്ടും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തെ. അന്ന് ഇവർക്ക് പക്ഷെ ഉച്ചയ്ക്കില്ല. ഇതല്ല കട, കുറച്ചും കൂടി അപ്പുറം മാറിയിട്ടായിരുന്നു. അപ്പോൾ നല്ല, എനിക്ക് ഏറ്റവും ഇവരോടുള്ള ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ 2 പേരും കഷ്ടപ്പെടാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ്. ഞങ്ങൾ തുടക്ക സമയത്ത് ഇവരുടെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ സഹായത്തിന് 1-2 പേരൊക്കെ ഉണ്ട്. അന്ന് ആരുമില്ല. ഇവർ 2 പേരും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കട മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പായിട്ടുണ്ട്. അന്ന് വെറുതെ ദോശയും സാമ്പാറും ചമ്മന്തി മാത്രമായിട്ട് തുടങ്ങി. അവിടെ നിന്ന് പിന്നെ കുറേശ്ശെ ഇറച്ചിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ 3-ാമത്തെ ഘട്ടമാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെയൊക്കെ ആവുന്നത്. എന്നാലും വലിയ സൗകര്യമൊന്നുമില്ല, 2 ബെഞ്ചും അങ്ങനത്തെ ഇതേ ഉള്ളൂ. അങ്ങനെ വലിയ ഹോട്ടലൊന്നുമല്ല. പക്ഷെ ഇനിയും പടിപടിയായിട്ട് അവർ വളർന്നോളും. കാരണം നമുക്ക് കഷ്ടപ്പെടാനും ഒരു എന്തും ചെയ്ത് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ധൈര്യവും മനസ്സിനൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അത് 2 പേർക്കും ഉള്ളവരാട്ടോ. അവർ വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ കട തുടങ്ങണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ ഹോട്ടലാക്കുകയാണ്, അപ്പോൾ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നാട്ടിലായിരുന്നു. തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഇന്ന് വരുന്നത്. അപ്പോൾ ഇതുപോലെ മീൻ വറുത്തത് വേണമെങ്കിൽ
അതുമുണ്ട് സ്പെഷ്യലായിട്ട് മേടിക്കാനേ. ബീഫൊക്കെ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ മേടിക്കണം എന്നുള്ളവർക്ക്. പിന്നെ കൊഴിയാളയും പിന്നെ ചൂരയും അയലയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതാ നല്ല ചൂട് കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം. പിന്നെ ഇച്ചിരി മീൻചാറും കൂടെ ഒഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല മീൻകറി കേട്ടോ. ഞാൻ ഈ കപ്പയും മീൻകറിയും ചോറും കൂടെ ചേർത്ത് കഴിച്ചപ്പോൾ നല്ലൊരു സ്വാദ്. നല്ല സ്വാദ് എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്തിൻ്റെ രുചിയാണ്. ഇനി മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ആ സൈസ് മീൻകറി. അപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഇരിക്കുക കേട്ടോ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെട്ടയം ഒന്നും അറിയാനില്ല. നെട്ടയം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ബോർഡ് കാണാം. കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ പഴയ കട നെട്ടയം തട്ടുകട. അവിടെയാണെങ്കിൽ വൈകുന്നേരത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ഉച്ചയ്ക്ക് ഇതേതുപോലെ ലഞ്ചും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.